എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ലോഡ് ആ സബ്മറീൻ ആയിരിക്കും കാണിക്കുക. അവരാണെങ്കിൽ ഇപ്പൊ ലൂഫിയുടെ ബോഡി കണ്ട് ഷോക്കാവും. ഇവനെങ്ങനെ കല്ല് വീണു, ലൂഫിക്ക് അവന് ജീവനുണ്ടോന്നൊക്കെ അവരങ്ങനെ പരസ്പരം ചോദിച്ച് ലൂഫിയുടെ അടുത്തേക്ക് വരികയാണ്. അവർക്കാണെങ്കിൽ സബ്മറീൻ ഓപ്പൺ ചെയ്ത് അകത്തേക്ക് ലൂഫിയെ കയറ്റാൻ കഴിയില്ല. കാരണം ആ സബ്മറീൻ അതിപ്പോ ഉള്ളത് കടലിന്റെ ഏറ്റവും അടിത്തട്ടിലാണ്. സോ അതുകൊണ്ട് തന്നെ അവർ നൈസായിട്ട് ലൂഫിയുടെ ബോഡി അത് ആ കപ്പലിന് മുകളിൽ ലാൻഡ് ചെയ്യിപ്പിച്ച് കപ്പൽ അതിന്റെ മുഴുവൻ ടോർക്കിൽ മുകളിലേക്ക് കൊണ്ടുവരികയാണ്. കപ്പൽ മുകളിലെത്തിയതിനു ശേഷം അവരും ഇപ്പൊ കപ്പലിന്റെ പുറത്തേക്ക് വന്ന് ലൂഫിയെ ചെക്ക് ചെയ്യും. അവന്റെ വയറ് വെള്ളം അങ്ങനെ കുടിച്ച് കുടിച്ച് അണ്ടാവ് പോലെ വീർത്തിരിക്കുകയാണ്. അവരാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ലൂഫിക്ക് ചുറ്റും നിൽക്കും. ഓക്കെ, കുഴപ്പമില്ല, ആദ്യം നമുക്ക് ലൂഫിയുടെ വയറ്റിലുള്ള വെള്ളം പ്രസ് ചെയ്ത് പുറത്തേക്ക് കളയാമെന്ന് പറഞ്ഞ് രണ്ടുപേര് ചേർന്ന് ആഞ്ഞമർത്തും. പക്ഷെ എന്താ, അവരെ കൊണ്ട് ഒരല്പം പോലും വെള്ളം പുറത്തേക്ക് കളയാൻ സാധിക്കില്ല. അവരമർത്തിയ അതേ ഫോഴ്സിൽ അവരങ്ങനെ തിരിച്ച് തെറിച്ചു പോവാണ്. ഉടനെ അവരുടെ ഇടയിലുള്ള ഉണ്ടപ്പൻ അവരാണെങ്കിൽ മുകളിലേക്ക് എടുത്തു ചാടി ലൂഫിയുടെ വയറ്റിൽ വന്നിരിക്കും. ആ ഫോഴ്സിൽ അവന്റെ വയറ്റിലുണ്ടായിരുന്ന വെള്ളം എല്ലാം തന്നെ പുറത്തേക്ക് അങ്ങനെ നല്ല ഫോഴ്സിൽ പോവുകയാണ്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഉണ്ടപ്പെണ്ണും മൊമന്റോസ്കിയും അവരാണെങ്കിൽ കടലിനെ ലക്ഷ്യമാക്കി അങ്ങനെ പറന്നു വരുമ്പോഴായിരിക്കും മൊമന്റോസ്കി അവൻ ഉച്ചത്തിൽ നിലവിളിക്കുക. ഉണ്ടപ്പെണ്ണാണെങ്കിൽ അവനെ ആശ്വസിപ്പിക്കും. നീ ടെൻഷൻ ആവേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് അവളൊരു ഗ്രേറ്റ് കൈറ്റ് അത് ക്രിയേറ്റ് ചെയ്ത് ആ പട്ടത്തിൽ പിടിച്ച് മുകളിലേക്ക് പറന്നുയർന്ന് അടുത്തുള്ള ലാൻഡ് അത് ലക്ഷ്യമാക്കി നല്ല ഫോഴ്സിൽ മൂവ് ചെയ്ത് പോവാണ്. അവർ രണ്ടുപേരും ഇപ്പോൾ ശ്വാസമൊക്കെ വലിച്ചു വിട്ട് ആ കരയിൽ അങ്ങനെ നിൽക്കുകയാണ്. ഉണ്ടപ്പെണ്ണിനാണെങ്കിൽ അവളുടെ ഹാർട്ട് ബീറ്റ് കൂടിക്കൂടി വരും. കാരണം ആ ഒരു വാനോ കിൻഡം അത് പതിയെ പതിയെ ഒരു ഒറുകഷിമ അതിപ്പോൾ പതിയെ പതിയെ ഫ്ലവർ ക്യാപിറ്റൽ ലക്ഷ്യമാക്കി പോവാണ്. അത് ഫ്ലവർ ക്യാപിറ്റലിൽ പതിച്ചു കഴിഞ്ഞാൽ ഫ്ലവർ ക്യാപിറ്റൽ അത് തകർന്നില്ലാതാവും. മൊമന്റോസ്കി ആണെങ്കിൽ ആ സമയം കെന്നിനെ കുറിച്ചും ഒക്കെക്യൂവിനെ കുറിച്ചും ഒക്കെ ചിന്തിക്കും. കാരണം അവസാന സമയം അവർ പെടഞ്ഞു മരിക്കുന്നതാണ് അവൻ കണ്ടത്. അവിടുന്ന് അങ്ങനെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഉസോപ്പ് ആണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ആൾട്ടി പെണ്ണിനെ മരം വെച്ച് ലോക്ക് ചെയ്തിരിക്കുകയാണ്. ആ സമയം അമ്മയാണെങ്കിൽ അവളുടെ ഫുൾ ഫോഴ്സ് ഉപയോഗിച്ച് ആ സ്റ്റിക്കിൽ നിന്ന് ക്ലൗഡ് പവറിനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ക്ലൗഡ് ആണെങ്കിൽ ഇപ്പോൾ അവളോട് മാപ്പ് പറയും, ഐ എം സോറി, ഇനി മുതൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചാലും ഞാൻ നിന്നോടൊപ്പം ഉണ്ടാവും. ഞാൻ നിന്റെ ഉറ്റ തോഴനാണ്, നിനക്കിഷ്ടമുള്ളൊരു പേര് അതെനിക്ക് വെക്കാം. അത് കേട്ട് അവളും ഇപ്പൊ കൂലങ്കക്ഷായിട്ട് അവന് പേരാലോചിക്കും. നാമയാണെങ്കിൽ ഞൊടിയിടയിൽ തങ്കപ്പ, രമണ എന്നിങ്ങനെ ഒരുപാട് പേരുകൾ വിളിക്കും. അത് കേൾക്കേണ്ട താമസം ഫുൾ കലിപ്പില് ദേഷ്യപ്പെട്ടു പറയും, നീ എന്നെ ക്ലൗഡെന്ന് തന്നെ വിളിച്ചാൽ മതി, ഞാൻ ഇന്നു മുതൽ നിന്റെ റൈറ്റ് ഹാൻഡ് ആണെന്ന് പറഞ്ഞ് ഫുൾ പവറിൽ ആൾട്ടിയെ ആഞ്ഞടിക്കാനായിട്ട് വരികയാണ്. പക്ഷെ ആൾട്ടി ആണെങ്കിൽ ആ ഗ്യാപ്പിൽ ഉഷാറായിട്ട് രക്ഷപ്പെട്ട് ഇപ്പൊ നാമിയുടെ മുന്നിലേക്ക് വരും. അവളാണെങ്കിൽ ഓൾട്ടിയെ കണ്ട് ഒരു സെക്കൻഡ് അങ്ങനെ ഫ്രീസായി നിൽക്കേണ്ട താമസം ഇവിടെ നമ്മുടെ ക്ലൗഡ് പവർ അവനാണെങ്കിൽ ആ ഒരു ലൈറ്റ്നിങ് പവറിനെ അങ്ങനെ കൺട്രോൾ ചെയ്ത് വീണ്ടും ഓൾട്ടിക്ക് നേരെ വരും. അവൻ ഡൈവേർട്ട് ചെയ്ത് വന്ന് ഇപ്പൊ അവളുടെ തലയ്ക്ക് തന്നെ ആഞ്ഞൊരു അടി. ആ ഒരു അടിയിൽ അവൾ പൂർണ്ണമായിട്ടും തകർന്ന് താഴെ വീഴുകയാണ്. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ആ സൈബോർക്ക് അതാണെങ്കിൽ ആ കാഴ്ച കണ്ട് ഞെട്ടി വിളിച്ചു പറയും, പേജ് 1നെയും ഓൾട്ടി പെണ്ണിനെയും വില്ലന്മാര് തകർത്തു. ഇത് കേട്ട ആ വില്ലൻ ടീംസ് ആണെങ്കിൽ അങ്ങനെ പേടിച്ച് വിറയ്ക്കുകയാണ്. ആ സൈബോർക്കിന്റെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു വില്ലൻ അവനാണെങ്കിൽ അവളെ നോക്കി ദേഷ്യപ്പെടും, നീ എന്തിനാ ഇപ്പൊ ഈ ഒരു ന്യൂസ് അത് സ്പ്രെഡ് ചെയ്തേ? നമ്മുടെ ആൾക്കാരെല്ലാവരും ഇത് കേട്ട് ായി മേ ബി ഫൈറ്റിൽ തോൽക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതിനവള് പറയും, അയ്യോ ഇല്ല, അറിയാതെ ഞാൻ പറഞ്ഞു പോയതാണ്. ഉസോപ്പ് ആണെങ്കിൽ നൈസായിട്ട് ആ ഒരു സൈബോർക്കിനെ നോട്ട് ചെയ്യും. അതിനുശേഷം അവന്റെ ട്രീ വെച്ച് അതിനെ അറ്റാക്ക് ചെയ്ത് അതിന് ചുരുട്ടി കയ്യിലെടുക്കുകയാണ്. ഉസോപ്പ് ആ സൈബോർക്കിന് ഇപ്പൊ വയലറ്റ് പെണ്ണിന്റെ കയ്യിൽ കൊടുക്കും. നീ ഇവളെ ഉപയോഗിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഈ മാൻഷനിലുള്ള എല്ലാവരും നിന്റെ ശബ്ദം കേൾക്കും. അതുപയോഗിച്ച് നിനക്ക് നീ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നവരെ ഈസി ആയിട്ട് നിയന്ത്രിക്കാനായിട്ട് കഴിയും. അവളാണെങ്കിൽ ഉറച്ച മനസ്സോടുകൂടെ അങ്ങനെ നടന്നു വന്ന് ഇപ്പോ ആ സൈബോർക്കിനെ പിടിച്ചു വലിച്ച് അങ്ങനെ ഉച്ചത്തിൽ നിലവിളിക്കും, ഞാനാണ് വയലറ്റ്. അത് കേൾക്കേണ്ട താമസം അവളുടെ ഡംപ്ലിങ്സ് കഴിച്ച ആ വില്ലന്മാര് അവരാണെങ്കിൽ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടുകയാണ്. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഭയങ്കര ഷോക്ക്. കാരണം വയലറ്റ് പെണ്ണിനെ സേഫ് ആക്കി ആ ഒരു ഐലാൻഡിൽ നിർത്തിയിട്ടാണ് നമ്മുടെ ആൾക്കാർ ഇവിടേക്ക് വന്നത്. അവളെങ്ങനെ ഇവിടേക്ക് എത്തിയും ചിന്തിച്ച് അവർ കൺഫ്യൂസ്ഡ് ആവും. കട്ട് ചെയ്ത ഇവിടെ ക്വീൻ ആണെങ്കിൽ വയലറ്റ് പെണ്ണിന്റെ ശബ്ദം അത് കേട്ട് കൺട്രോൾ പോവാണ്. അങ്ങനെ വലിയ ശബ്ദത്തില് ഇപ്പോ വയലറ്റ് പെണ്ണിനെ ചീത്ത വിളിക്കും. അവളാണെങ്കിൽ അത് കേട്ട് പേടിച്ച് വിറയ്ക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ഫ്രാങ്കി, മറ്റൊരു ഭാഗത്ത് ജിംബൈ അവനാണെങ്കിൽ നിർത്താതെ ആ മെയിൻ വില്ലന്മാരുമായിട്ട് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. അതിലൊരു കൊമ്പ് വില്ലനാണെങ്കിൽ ജിംബയോട് പറയും, ഇവിടെ നടക്കുന്നൊന്നും നീ അറിഞ്ഞില്ലേ? നിങ്ങളുടെ ടീംമേറ്റ് ലൂഫിയെ അവനെ കൈഡോ കൊന്നു കളഞ്ഞു. നിങ്ങളെ കൊണ്ട് ഇനി ജയിക്കാനായിട്ട് കഴിയില്ല. അതിന് ജിംബയാണെങ്കിൽ കാഷ്വലായിട്ട് പറയും, ലൂഫിയിൽ എനിക്ക് ഒരുപാട് വിശ്വാസമുണ്ട്.
കൈഡോയ്ക്കെന്നല്ല ആർക്കും അവനെ ഇല്ലാതാക്കാനായിട്ട് കഴിയില്ല. മാത്രമല്ല ലൂഫി തിരികെ വരുമ്പോഴേക്കും പോലുള്ള ലോക്കൽ വില്ലന്മാരെ ഞങ്ങൾ തല്ലി കൊല്ലൂന്ന് പറഞ്ഞ് ജിംബയാണെങ്കിൽ വീണ്ടും അവരുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. മറ്റൊരു ഭാഗത്ത് ഫ്രാങ്കി ആണെങ്കിൽ ക്രിയേറ്റ് ചെയ്ത റോബോട്ട് അതുപയോഗിച്ച് വില്ലന്മാരെ അങ്ങനെ തല്ലി തല്ലി കൊല്ലുകയാണ്. ടസക്കി ആണെങ്കിൽ വീണ്ടും വീണ്ടും വില്ലന്മാരെ ഇറക്കിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ എത്രയൊക്കെ ഞങ്ങൾ തകർക്കാൻ ശ്രമിച്ചാലും അവരുടെ പവറിന് മുൻപിൽ നിങ്ങൾ ഒന്നുമല്ലാന്ന് പറയും. അതുപോലെ തന്നെ ജാക്കും അവനും അവന്റെ ആനയുടെ രൂപത്തിൽ ആൾക്കാരെ എല്ലാവരെയും അടിച്ചു ചുരുട്ടും. മാത്രമല്ല അവന്റെ അസിസ്റ്റൻസിനെ വീണ്ടും അവിടേക്ക് കൊണ്ടുവരികയാണ്. അപ്പോഴായിരിക്കും ഈ ഒരു ഡോർ തുറന്ന് ആ ഗിഫ്റ്റേഴ്സ് അവരിപ്പോ അവിടേക്ക് കടന്നു വരിക. അവരുടെ ലക്ഷ്യം ക്വീനെതിരായിട്ട് തിരിഞ്ഞ അവന്റെ ടീംമേറ്റ്സിനെ അവരെ അറഞ്ചം പുറഞ്ഞം തല്ലി ഒരു പാഠം പഠിപ്പിക്കുക എന്നതാണ്. സോ അവരകത്തേക്ക് വരേണ്ട താമസം കയ്യിൽ കിട്ടുന്നവരെ എല്ലാവരെയും ആഞ്ഞടിക്കും. മറ്റു പെണ്ണാണെങ്കിൽ അവിടേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഗിഫ്റ്റേഴ്സിനെ അവളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇവിടെ ചോപ്പറിനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. കാരണം വില്ലന്മാര് അവർ കൂടി വരികയാണ്. മറ്റൊരു ഭാഗത്ത് വയലറ്റ് പെണ്ണ് അവൾ അവസാനമായി ലൂഫി പറഞ്ഞ വാക്കുകൾ നന്നായിട്ട് ആലോചിക്കും. ആക്ച്വലി അവർക്ക് വേണ്ടിയാണ് ലൂഫി ഇപ്പോൾ അവന്റെ ജീവൻ പോലും പണയപ്പെടുത്തി ഇവിടെ ഫൈറ്റ് ചെയ്യുന്നത്. സോ എല്ലാവരെയും അവൾ സപ്പോർട്ട് ചെയ്യും. അതേസമയം മറ്റൊരു ഭാഗത്ത് ലൂഫി അവനാണെങ്കിൽ ബോധമില്ലാതെ ആ കപ്പലിൽ കിടക്കുകയാണ്. കപ്പലിലുള്ളവര് അവന് ഓക്സിജനൊക്കെ കൊടുത്ത് എങ്ങനെയെങ്കിലും അവന്റെ ജീവൻ തിരികെ പിടിക്കാനായിട്ട് ശ്രമിച്ചു കൊണ്ടേയിരിക്കും. ഇവിടെ വയലറ്റ് അവളങ്ങനെ സ്ലോ മോഷനിൽ ആ മെയിൻ ഹാളിലേക്ക് വന്ന് ഗിഫ്റ്റേഴ്സിനോട് നിലവിളിച്ചു പറയും, ഇതാണ് നമ്മുടെ ടേൺ. ലൂഫി ആൻഡ് ടീമും സാമുറായ്സും അവരാരും നമ്മുടെ ശത്രുക്കളല്ല. ബാക്കിയുള്ള കൈഡോയുടെ അസിസ്റ്റൻസ് അവരാണ് നമ്മുടെ എനിമീസ്. സോ അവർക്കെതിരെ വേണം നമ്മൾ ആഞ്ഞടിക്കാൻ. ക്വീൻ ആണെങ്കിൽ അത് കേട്ട് പരിഹസിച്ചിരിക്കും. ഇവരെല്ലാവരും ആൾക്കാരാണ്, ഗിഫ്റ്റേഴ്സാണ്. അത്ര എളുപ്പത്തിൽ നിനക്ക് ഇവരെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞൊട്ടിയിടയിൽ അവരെല്ലാവരും ന്റെ കൺട്രോളിലായി ഇപ്പൊ ക്വീന്റെ അസിസ്റ്റൻസിനെയും അവിടെയുള്ള വില്ലന്മാരെയും അറഞ്ചം പുറച്ച് ഇട്ടിക്കാനായിട്ട് തുടങ്ങും. അത് കണ്ട് ക്വീൻ ആണെങ്കിൽ ഒരു സെക്കൻഡ് ഫ്രീസ് ആവും. അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ കൈഡോയുടെ മകളെയും കൈഡോയും കാണിക്കും. കൈഡോ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, ഞാൻ നിന്റെ പപ്പയാണ്, ഒരല്പമെങ്കിലും മര്യാദ എനിക്ക് കൊടുത്തൂടെ. അതിനവളാണെങ്കിൽ പല്ല് കടിച്ച്, നിങ്ങൾ ഒരിക്കലും എന്റെ പപ്പയാവില്ല. എന്റെ സ്വപ്നങ്ങളും എന്റെ ലക്ഷ്യങ്ങളും ഒന്നും അറിയാതെ എന്നെ പൂട്ടിയിട്ട് വളർത്തിയ നിങ്ങളോട് എനിക്ക് വെറുപ്പാണ്. എന്റെ ലക്ഷ്യം ഓടനാവുക എന്നതാണ്. അദ്ദേഹത്തെ പോലെ നല്ലൊരാളായി മാറും. ടോസ്കിക്ക് ഈ ഒരു ഐലാൻഡ് അത് ഞാൻ തിരികെ പിടിച്ചു കൊടുക്കും. അത് കേട്ട് കൈഡോ ആണെങ്കിൽ അവളെ പരിഹസിക്കും. ഓൾറെഡി അവരുടെ ശക്തിയായിരുന്ന ലൂഫിയെ തല്ലിക്കൊന്ന് കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഇനി അവന് രക്ഷപ്പെട്ടു വരാൻ കഴിയില്ല. അതിനുശേഷം മൊമന്റോസ്കയെയും ഞാൻ കടലിൽ തള്ളിയിട്ടു. ആർക്കു വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ് നീ എന്നോട് ഫൈറ്റ് ചെയ്യണേ? നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാനാണോ? ഒരു കാരണവശാലും എന്നെ വിട്ടുപോവാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല. കൈഡോ ആണെങ്കിൽ അത്രയും പറഞ്ഞ് വീണ്ടും അവന്റെ ഡ്രാഗൺ ഫോമിലേക്ക് പോവാണ്. അതിനവള് പറയും, നിങ്ങൾ അത്ര എളുപ്പത്തിൽ ലൂഫിയെ കൊന്നുകളയാമെന്ന് കരുതിയോ? ലൂഫി തീർച്ചയായിട്ടും ഫ്യൂച്ചർ പൈററ്റ് കിങ് തന്നെയാണ്. അവന്റെ പവറും എബിലിറ്റിയും നിങ്ങൾക്ക് എന്താണെന്ന് അറിയില്ല. എന്ത് വില കൊടുത്തും അവരെ ഞാൻ രക്ഷിച്ചു കൊണ്ടുവരും. വേണ്ടി, എനിക്ക് വേണ്ടി, ഈ വാനോ കിൻഡത്തിന് വേണ്ടി, സാമുറായ്സിനു വേണ്ടി, ഇവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി അവൻ നിങ്ങളെ തല്ലിക്കൊല്ലും. അതെനിക്ക് കാണണം. ചോദിക്കാണെങ്കിൽ അവന്റെ ക്ഷമ നശിക്കും. അവൻ ആ ഡ്രാഗൺ ഫോമിൽ നിന്ന് ഒരല്പം കൂടെ മോൺസ്റ്റർ ഫോമിലേക്ക് മാറി അവളോട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവും. കാര്യം പിടികിട്ടിയ കൈഡോയുടെ മകള് അവളും അവളുടെ കയ്യിൽ വലിയ വെപ്പൻസ് ഒക്കെ എടുത്ത് അവളുടെ പപ്പയെ നേരിടാൻ തയ്യാറാവുകയാണ്. ലൂഫി വരുന്നത് വരെ എങ്ങനെയെങ്കിലും കൈഡോയെ പ്രതിരോധിച്ച് നിൽക്കണം. അങ്ങനെ അവർ രണ്ടുപേരും ഉഷാറായിട്ട് വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് പൊരിഞ്ഞ അട്ടയിട്ടി ബഹളം. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.